ഏളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ ശാരദ ഗോപാലിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. എവിടെയാണ് നിങ്ങൾ ബോഡി കൊണ്ടുപോയിട്ടെ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പം ഗോപാലൻ പറയും, നീ ചുമ്മാ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ, ഇതേപ്പറ്റി ഒന്നും പറയരുത്, സംസാരിക്കരുതെന്ന് പറയും. അങ്ങനെ ശാരദ പറയും, എനിക്കത് അറിഞ്ഞേ പറ്റുള്ളൂ, എവിടെയാണ് നിങ്ങൾ വെച്ചതെന്ന് എൻ്റെ അടുത്ത് പറയണം എന്ന് പറയണം. അങ്ങനെ പറയാൻ തുടങ്ങുന്ന സമയത്താണ് നമ്മുടെ ശാലിനിയും കുട്ടികളും വരുന്നത്. അപ്പോൾ ശാലിനി രണ്ടുപേരെയും കാണുന്നത്. അപ്പോൾ രണ്ടുപേരും എന്തോ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ശാലിനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ശാലിനി ചോദിക്കുക, എന്താ പറ്റിയെന്ന് ചോദിക്കും. അപ്പോൾ പറയും, ഒന്നുമില്ല മോളെ എന്നൊക്കെ പറയും. അങ്ങനെ വിഷ്ണുവേട്ടൻ എവിടെയെന്ന് ചോദിക്കും. നൂറയും അനുഭവം എവിടെയെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ നമ്മുടെ ശാരദ കാര്യങ്ങളൊക്കെ പറയും. വിഷ്ണുവിനെ ഇങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്ന് പറയും. നീ എത്രയും പെട്ടെന്ന് വിഷ്ണുവിനെ പോയി ഇറക്കണം എന്ന് പറയും. അപ്പോൾ ശാലിനി പറയും, ശരിയാണ്, ചന്ദ്രബോസിന് ഇട്ട് കൊടുക്കാൻ പറ്റില്ല, എങ്ങനെയെങ്കിലും വിഷ്ണുവേട്ടനെ ഇറക്കിയേ പറ്റുകയുള്ളൂ. ചന്ദ്രബോസ് പുതിയ പദ്ധതികൾ മെനയുന്നതിന് മുമ്പേ തന്നെ വിഷ്ണുവേട്ടനെ ഇറക്കണം എന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പോഴാണ് അച്ഛൻ്റെ ദേഹത്ത് കുറേ ചെളിയും പൊടിയൊക്കെ കാണുന്നത്. അപ്പോൾ ചോദിക്കുന്നത്, അച്ഛൻ്റെ ദേഹത്ത് രാവിലെ തന്നെ പൊടിയൊക്കെ ആയിരിക്കുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ പറയാതെ ഞാൻ 2-3 വാഴ നട്ടയാണെന്ന് പറയും. അപ്പോൾ ശരിക്കും അവരുടെ പറമ്പിൽ തന്നെയാണ് നമ്മുടെ നസീറിനെ കുഴിച്ചിട്ടിരിക്കുന്നത്. അപ്പം ശാരദയോട് വീണ്ടും നമ്മുടെ ഗോപാലൻ പറയുന്നു, നീ ഇതേക്കുറിച്ചൊന്നും ചിന്തിക്കുക പോലും ചെയ്യരുത്, സാധാരണ രീതിയിൽ തന്നെ നിൽക്കണമെന്ന് വീണ്ടും വീണ്ടും ഒന്നും കൂടെ ഉറപ്പിച്ച് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഇതേ സമയത്താണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിഷ്ണു ഇങ്ങനെ നിൽക്കുന്നു. ആ സമയത്ത് നമ്മുടെ ചന്ദ്രബോസ് മറ്റേ സ്വർണം പോയവരെ വിളിച്ചു വരുത്തുകയാണ്. അങ്ങനെ വിഷ്ണുവിനെ ലോക്കപ്പിൽ നിന്ന് ഇറക്കുന്നു. അങ്ങനെ അവർ പറയുന്നു, ഇത് തന്നെയാണ് ഈ വണ്ടി, വിഷ്ണുവിൻ്റെ വണ്ടിയിൽ തന്നെയാണ് ഞങ്ങൾ കയറിയെന്ന് പറയുന്നു. അപ്പോൾ ചന്ദ്രബോസ് ചോദിക്കുന്നു, ഈ സ്വർണ്ണം ഒരുക്കി വിറ്റോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ വിഷ്ണുവിനൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആ സമയത്ത് നമ്മുടെ സത്യഭാമയും രാഘവൻ നായർ അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ അവരെ കണ്ടതോടെ ഈ പെൺകുട്ടിയുടെ മുഖത്ത് ഭാവഭേദങ്ങൾ വന്നു നിറയുകയാണ്. അപ്പോൾ ആ പെൺകുട്ടി പറയും, സത്യഭാമയല്ലേ എന്ന് ചോദിക്കുക. അതേന്ന് പറയും, എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ സത്യഭാമ ഇങ്ങനെ ഓർക്കുന്ന, ആ പെൺകുട്ടി ഓർക്കുന്ന പഴയകാല ഒരു സമൂഹ വിവാഹത്തിൽ കല്യാണം നടത്താൻ വേണ്ടി ഇരുന്ന സമയത്ത് വിഷ്ണുവിന് വേണ്ടി ആലോചിക്കുക. ആ സമയത്താണ് ശാലിനി കയറി വരുന്നത്. അങ്ങനെയാണ് കല്യാണം മുടങ്ങുന്നത്. അപ്പോൾ അവൾ പറയും, അന്ന് എൻ്റെ കല്യാണം നിങ്ങൾ മുടക്കി, ഇപ്പോൾ ഇത് എൻ്റെ സ്വർണവും കാണാനില്ല, ഇനിയും ഞാൻ ഒരാളുടെ മുമ്പിൽ തല കുനിച്ച് നാണം കെട്ടിറങ്ങി പോകണം എന്നുള്ള രീതിയിലൊക്കെ ആ കുട്ടി സംസാരിക്കും. അപ്പോൾ ചന്ദ്രബോസ് പറയും, ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഫ്ലാഷ് ബാക്കും കൂടി ഉണ്ടായിരുന്നോ, എന്തായാലും കൊള്ളാമെന്ന് പറയും. അങ്ങനെ അവരോട് പറയും, നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ എല്ലാം ശരിയാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ്. അങ്ങനെ സത്യഭാമയോടും ഗോപാലിനോടും പോകാനൊക്കെ പറയുന്നു. ഈ സമയത്ത് നമ്മുടെ രാഘവൻ നായർ വിഷ്ണുവിനോട് പറയും, എടാ ആ സ്വർണ്ണം ഞാൻ നമ്മുടെ വീട്ടിൽ എവിടെയും കണ്ട പോലെ തോന്നുന്നുണ്ടെന്ന് പറയും. അപ്പം വിഷ്ണു പറയും, അച്ഛാ പതുക്കെ, ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ അച്ഛനെയും പിടിച്ച് പോലീസ് അകത്തിരുന്നു. അപ്പം വിഷ്ണു അപ്പം തൊട്ട് ചിന്തിക്കുന്നുണ്ട്, അച്ഛൻ എവിടെയോ ഇത് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് വിഷ്ണുവിന് മനസ്സിലാവുന്നു. അങ്ങനെ അവരും പോകുന്നു. അങ്ങനെ നമ്മുടെ വിഷ്ണുവിനോട്ടുള്ള അടുത്ത പണിയുമായിട്ട് നമ്മുടെ ചന്ദ്രബോസ് അങ്ങോട്ട് കളത്തിൽ ഇറങ്ങുകയാണ്. എങ്ങനെയും വിഷ്ണുവിനെ ലോക്ക് ചെയ്യുക, അതാണ് അയാളുടെ ഉദ്ദേശം. അപ്പോൾ വിഷ്ണുവിനെ കോടതിയിൽ ഹാജരാക്കാം എന്നുള്ള രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത്, ബലമൊക്കെ ഇട്ട് ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ശാലിനി വരുന്നത്. അപ്പോൾ ശാലിനി വരുന്ന സമയത്ത് ചന്ദ്രബോസിന് സല്യൂട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ശാലിനിയെ കണ്ടതോടെ ചന്ദ്രബോസ് സല്യൂട്ടൊക്കെ ചെയ്യുന്നു. അപ്പോൾ പറയുന്നത്, ഇങ്ങനെ കോടതിയിൽ കൊണ്ടുപോവുകയാണെന്ന് പറയും. അങ്ങനെ വിഷ്ണുവിനെ എന്ത് കാര്യത്തിലാണ് അറസ്റ്റ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ശാലിനി ചോദിക്കുന്നു. അപ്പം വിഷ്ണുവിനെ ഇറക്കാനുള്ള ഇതൊക്കെ ആയിട്ടാണ് ശാലിനി വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പം നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.